ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മളുടെ റീറ്റെയിൽ ഐ ഡി സോഫ്റ്റ്വെയറിൽ ഒരു കസ്റ്റമറിനെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ സെയിൽ പാനൽ ഓപ്പൺ ചെയ്യുക. കാരണം സെയിൽ ചെയ്യുന്ന സമയത്താണല്ലോ നമുക്ക് കസ്റ്റമർ എൻട്രി വേണ്ടത്. നമ്മൾ സെയിൽ പാനൽ ഓപ്പൺ ചെയ്യുന്നു. സെയിൽ പാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലെപ്പോഴും ഒരു ക്യാഷ് എന്ന് പറയുന്ന ഒരു കസ്റ്റമർ ആയിരിക്കും ഡീഫോൾട്ടായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ നമ്മളത് ക്ലിയർ ചെയ്യുന്നു. ക്ലിയർ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു കസ്റ്റമറിനെ ആഡ് ചെയ്യുവാണ്, റീന. ദെൻ ഫോൺ നമ്പർ എൻ്റർ അടിച്ചു കഴിഞ്ഞ് നമുക്ക് ഫോൺ നമ്പർ ആഡ് ചെയ്യാം. ഓക്കെ, വീണ്ടും എൻ്റർ അടിക്കുമ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ നമുക്ക് കിട്ടും. കസ്റ്റമർ ഡേറ്റ എൻ്റർ സക്സസ്ഫുള്ളി. ഓക്കെ, ഈസിലി ഇങ്ങനെയാണ് നമ്മൾക്ക് കസ്റ്റമറിനെ എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മൾ കസ്റ്റമർ എന്തൊക്കെയാണോ വാങ്ങുന്നത് നമ്മൾ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ക്വിക്ക് പേ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്വിക്ക് പേ, ദെൻ ബില്ല് വരും. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഗെറ്റ് ഡേറ്റിൽ നോക്കുവാണെങ്കിൽ കസ്റ്റമർ ഇൻഫർമേഷനിൽ പോയിട്ട് ഗെറ്റ് ഡേറ്റിൽ നോക്കുവാണെങ്കിൽ ഈ കസ്റ്റമർ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത കസ്റ്റമറാണ് റീന. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് റീന. യെസ്, ദി കസ്റ്റമർ ഈസ് സേവ്ഡ് സക്സസ്ഫുള്ളി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് നമ്മളുടെ റീറ്റെയിൽ റെഡി സോഫ്റ്റ്വെയർ വളരെ എളുപ്പത്തിൽ ഒരു കസ്റ്റമറിനെ എൻട്രി ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.